ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ ഓൺലൈൻ ക്ലാസ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 30ാമത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകൾ. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? Books of original entry are the books of accounts in which transactions are recorded originally from source documents. Book of original entry are the books of accounts in which transactions are recorded originally from source documents. ഉറവിട രേഖകളിൽ നിന്നും ആദ്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ബുക്കുകളാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്ക്. എന്താണ്? ഉറവിട രേഖകളിൽ നിന്നും ആദ്യമായി ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ബുക്കുകളാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കുന്ന തെളിവാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ആ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കി ആദ്യമായി ഏത് ബുക്കിലാണോ നമ്മൾ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് ആ ബുക്കുകളെയാണ്, ആ അക്കൗണ്ട് ബുക്കുകളെയാണ് നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഏതെല്ലാമാണ് ഈ പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകൾ ഏതെല്ലാമാണ്? ഈ ബുക്കുകളെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകളാണ്: ഒന്ന് ജേണൽ, 2 പർച്ചേസ് ബുക്ക്, 3 സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ ബിൽ റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. എന്താണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? സോഴ്സ് ഡോക്യുമെൻറ്റുകളിൽ നിന്നും ആദ്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ബുക്കുകളാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകൾ. ഉറവിട രേഖയിൽ നിന്നും ആദ്യമായി ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ബുക്കുകളാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഏതെല്ലാമാണ് ഈ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകൾ ഏതെല്ലാം? 1 ജേണൽ, 2 പർച്ചേസ് ബുക്ക്, 3 സെയിൽസ് ബുക്ക്, 4 പർച്ചേസ് റിട്ടേൺ ബുക്ക്, 5 സെയിൽസ് റിട്ടേൺ ബുക്ക്, 6 ക്യാഷ് ബുക്ക്, 7 ബിൽസ് റിസീവബിൾ ബുക്ക്, 8 ബിൽസ് പേയബിൾ ബുക്ക്, 9 ജേണൽ പ്രോപ്പർ. ഇത്രയുമാണ് പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകൾ. ഉറവിട രേഖ നോക്കി ആദ്യമായി ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ബുക്കുകളാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ആദ്യമായി നമ്മൾ നോക്കുന്നത് ജേണലാണ്. എന്താണ് ജേണൽ? ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കറൻസ്. സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ഇടപാടുകളുടെ ക്രമമനുസരിച്ച് സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ഒരു ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഒന്നാമതായും, രണ്ടാമതായി വരുന്ന ട്രാൻസാക്ഷൻ രണ്ടാമതായും, നാലാമതായി വരുന്ന ട്രാൻസാക്ഷൻ നാലാമതായും, 10ാമതായി വരുന്ന ട്രാൻസാക്ഷൻ 10ാമതായും ആ ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. എന്താണ് ജേണൽ? ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കറൻസ്. സംഭവങ്ങളുടെ ക്രമത്തിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ഇതിന് മറ്റൊരു ആൻസർ കൂടി നമ്മൾക്ക് പറയാം.
Journal is a book of original entry in which translations are originally recorded in chronological order according to the principles of double entry system. It is a book of original entry in which translations are originally recorded in the chronological order according to the principles of double entry system. Double entry സിസ്റ്റത്തിൻ്റെ തത്വമനുസരിച്ച് കാലാനുക്രമത്തിൽ ട്രാൻസ്ലേഷനുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഒരു പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ തത്വമനുസരിച്ച് കാലാനുക്രമമായ രീതിയിൽ ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഒറിജിനൽ എൻട്രി ബുക്കാണ് ജേണൽ. എന്താണ് ജേണൽ? സംഭവങ്ങളുടെ ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ഒരു ബുക്കാണ് ജേണൽ. അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ തത്വമനുസരിച്ച് കാലാനുക്രമമായ ക്രമത്തിൽ ആദ്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ഒരു ബുക്കാണ് ജേണൽ. All translations are first recorded in journal. So, journal is called a book of original entry or book of prime entry. എല്ലാ ഇടപാടുകളും ആദ്യം ജേണലിലാണ് രേഖപ്പെടുത്തുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും ആദ്യം ജേണലിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ജേണലിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ആദ്യ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് വിളിക്കുന്നു. എന്താണ്? എല്ലാ ഇടപാടുകളും ജേണലിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നു. ആദ്യമായി ഇടപാടുകൾ ജേണലിൽ രേഖപ്പെടുത്തുന്നത് കൊണ്ട് അതിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ഒന്നാമത്തെ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് ജേണലിനെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ജേണലിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്? എല്ലാ ഇടപാടുകളും ആദ്യം ജേണലിലാണ് രേഖപ്പെടുത്തുക. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഇടപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇടപാടിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കി ആദ്യം നമ്മൾ ജേണലിൽ രേഖപ്പെടുത്തും. ജേണലിലാണ് ആദ്യം ഇടപാട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആദ്യ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് ജേണലിനെ നമ്മൾ വിളിക്കുന്നു. ഇതിനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു. ഇതിനെ ഡേ ബുക്ക് എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡേ ബുക്ക്. ജേണലിനെ ഡേ ബുക്ക് എന്നുകൂടി വിളിക്കുന്നു. കാരണം ഇറ്റ് റെക്കോർഡ്സ് ഡെയിലി ട്രാൻസാക്ഷൻ ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ടേക്ക് പ്ലേസ്. Because it records daily transaction in the order in which they take place. Transaction സംഭവിക്കുന്ന ക്രമത്തിൽ ദൈനംദിന ഇടപാടുകൾ ഇത് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതിനെ ദിനബുക്ക് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ജേണലിനെ ദിനബുക്ക് എന്ന് വിളിക്കുന്നത്? ദൈനംദിന ഇടപാടുകൾ അവ സംഭവിക്കുന്ന ക്രമത്തിൽ ജേണലിൽ രേഖപ്പെടുത്തുന്നു. ദൈനംദിന ഇടപാടുകൾ അവ സംഭവിക്കുന്ന ക്രമമനുസരിച്ച് ജേണലിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ജേണലിനെ ഡേ ബുക്ക്, ദിനബുക്ക് എന്നുകൂടി വിളിക്കാറുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ എല്ലാ ഇടപാടുകളും ആദ്യം ജേണൽ എന്ന ബുക്കിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജേണലിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ആദ്യ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് ജേണലിനെ വിളിക്കുന്നു. ഇതിനെ ഡേ ബുക്ക് എന്നുകൂടി വിളിക്കാറുണ്ട്. കാരണം ദൈനംദിന ദിവസേന നടക്കുന്ന ഇടപാടുകൾ അവ സംഭവിക്കുന്ന ക്രമമനുസരിച്ച് ജേണലിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ജേണലിനെ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഒരു ജേണൽ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമ്മൾക്ക് നോക്കാം. ഇവയ്ക്ക് 5 കോളങ്ങളാണുള്ളത്. ഒരു ജേണലിന് 5 കോളങ്ങളാണുള്ളത്. ആദ്യ കോളം ഡേറ്റ്. 2 പെർട്ടിക്കുലേഴ്സ്.
3. ലെഡ്ജർ ഫോളിയോ LF, ലെഡ്ജർ ഫോളിയോ LF. ഡെബിറ്റ് അമൗണ്ട്സ്, ക്രെഡിറ്റ് അമൗണ്ട്സ്. ഒരു ജേണലിന് 5 കോളങ്ങളാണുള്ളത്. ഒരേ വലിപ്പമുള്ള 3 കോളങ്ങൾ, അത് ഡേറ്റ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് അമൗണ്ട്സ്. ഏറ്റവും ചെറുത് ലെഡ്ജർ ഫോളിയോ കോളം, ഏറ്റവും വലുത് പർട്ടിക്കുലേഴ്സ്. എത്ര കോളങ്ങളാണ് ജേണലിനുള്ളത്? 5 കോളങ്ങൾ. ഒന്നാമത്തെ കോളം ഡേറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി, രണ്ടാമത്തെ കോളം പർട്ടിക്കുലേഴ്സ്, 3 ലെഡ്ജർ ഫോളിയോ LF, 4 ഡെബിറ്റ് അമൗണ്ട്സ്, 5 ക്രെഡിറ്റ് അമൗണ്ട്സ്. ജേണലിൻ്റെ ഫോർമാറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവയിൽ 5 കോളങ്ങളാണുള്ളത്. ആദ്യം ഡേറ്റ്, രണ്ടാമത്തേത് പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, അതുപോലെ ഡെബിറ്റ് അമൗണ്ട്സ്, ക്രെഡിറ്റ് അമൗണ്ട്സ്. ഇനി ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ജേണലിൽ നമുക്ക് രേഖപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡേറ്റ് കോളം. ഇൻ ദിസ് കോളം ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റേർഡ്. The year and month is written only once till they change. The sequence of the date and month should be strictly maintained. എന്തിനാണ് ഡേറ്റ് കോളം ഉപയോഗിക്കുന്നത്? ട്രാൻസാക്ഷൻ്റെ തീയതി ഈ കോളത്തിൽ രേഖപ്പെടുത്തുന്നു. ഒരു ട്രാൻസാക്ഷൻ നടന്ന തീയതി ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഡേറ്റ് കോളത്തിലാണ് രേഖപ്പെടുത്തുക. The year and month is written only once till they change. വർഷവും മാസവും അവ ചേഞ്ച് ചെയ്യുന്നത് വരെ ഒറ്റ പ്രാവശ്യമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. വർഷവും മാസവും ചേഞ്ച് ചെയ്യുന്നത് വരെ ഒരു പ്രാവശ്യം മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. സാധാരണ നമ്മൾ ഡേറ്റ് രേഖപ്പെടുത്തുക എങ്ങനെയാണ്? ഇന്നത്തെ തീയതി എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക 25/2/2021. എന്നാൽ ഒരു ജേണലിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. ആദ്യം വർഷമാണ് നമ്മൾ രേഖപ്പെടുത്തുക, തുടർന്ന് മാസമാണ് രേഖപ്പെടുത്തുക, അവസാനമായി നമ്മൾ തീയതി രേഖപ്പെടുത്തും. ഇവിടെ വർഷവും മാസവും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഡേറ്റ്, മന്ത് ഇവയുടെ അക്രമം നമ്മൾ നിർബന്ധമായും നിലനിർത്തേണ്ടതാണ്. എന്താണ് ഡേറ്റ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്? ട്രാൻസാക്ഷൻ്റെ തീയതിയാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. വർഷവും മാസവും ഒരു പ്രാവശ്യം നമ്മൾ രേഖപ്പെടുത്തുന്നു. അതായത് വർഷവും മാസവും അത് മാറുന്നത് വരെ, ചേഞ്ച് ചെയ്യുന്നത് വരെ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ ഇവിടെ ക്രമത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ട്രാൻസാക്ഷൻ്റെ തീയതിയാണ്. ഇവിടെ ഡേറ്റ് കോളത്തിൽ ആദ്യം വർഷമാണ് രേഖപ്പെടുത്തേണ്ടത്, തുടർന്ന് മാസം, അവസാനമായി ദിവസം. വർഷം, മാസം, ദിവസം. 2018 ജനുവരി 1. പർട്ടിക്കുലേഴ്സ് കോളം. എന്തിനാണ് പർട്ടിക്കുലേഴ്സ് കോളം ഉപയോഗിക്കുന്നത്? It is used to enter the debit and credit aspects of every transaction. ഓരോ ഇടപാടിൻ്റെയും ഡെബിറ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ രേഖപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2 അക്കൗണ്ടുകളുണ്ട്. ഒരു ഡെബിറ്റുമുണ്ട്, ക്രെഡിറ്റുമുണ്ട്. ആ 2 അക്കൗണ്ടുകൾ രേഖപ്പെടുത്താനാണ് പർട്ടിക്കുലേഴ്സ് കോളം ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് കോളം ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ് എൻറ്റേർഡ് ഫസ്റ്റ്. ഈ കോളത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആദ്യം രേഖപ്പെടുത്തുന്നു. ഒരു ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ് ജേണലിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഇറ്റ് എൻഡ്സ് വിത്ത് ദ അബ്രിവിയേഷൻ DR അറ്റ് ദി എക്സ്ട്രീം റൈറ്റ് സൈഡ് ഓഫ് ദി പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ DR എന്ന ഡെബിറ്റ് എന്ന അബ്രിവിയേഷനോട് കൂടി ഇത് അവസാനിക്കുന്നു. നിങ്ങൾ പറഞ്ഞേ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്
ഇവിടെ നമ്മൾ പറയുക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇങ്ങനെ വിളിക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്താ പറഞ്ഞത്? പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? ഓരോ ട്രാൻസാക്ഷനിലും ഉൾപ്പെട്ട ഡെബിറ്റ് ക്രെഡിറ്റുകളാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഒരു ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത്. DR എന്ന അബ്രിവിയേഷനോടുകൂടി പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ്, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി അടുത്തത്, ഇൻ ദി നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈനിൽ ആഫ്റ്റർ ലീവിങ് സം സ്പേസ്, കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് റിട്ടൺ വിത്ത് ഓർ വിത്തൗട്ട് ദ ടേം ടു. അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ടു എന്ന ടേമോട് കൂടിയോ അല്ലാതെയോ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ലൈനിൽ ഏതാ രേഖപ്പെടുത്തേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്. ഇവിടെ നോക്കുക, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് എന്ന അസറ്റ് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ്. ക്യാപിറ്റൽ എന്ന ലയബിലിറ്റി വർദ്ധിക്കുന്നു, അതുകൊണ്ട് ലയബിലിറ്റിൻ്റെ വർധനവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇതെങ്ങനെയാണ് നമ്മൾ ജേർണലിൽ എഴുതുക? ഈ ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ടു ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ടു ഉപയോഗിക്കാതെയും എഴുതാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ പറഞ്ഞത്? അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ടു എന്ന ടേമോട് കൂടിയോ അല്ലാതെയോ രേഖപ്പെടുത്തുന്നു. ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മളിവിടെ എഴുതി. ആദ്യം എഴുതേണ്ടത് ഏതാണ്? ഡെബിറ്റ് ആദ്യം എഴുതണം, അത് DR എന്ന അബ്രിവിയേഷനോട് കൂടി അവസാനിപ്പിക്കണം. അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ടു എന്ന പദത്തോടു കൂടിയോ അല്ലാതെയോ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ എഴുതണം. റെൻ്റ് കൊടുത്തു, റെൻ്റ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുക റെൻ്റ് അക്കൗണ്ട് DR ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ആഫ്റ്റർ റൈറ്റിംഗ് ദി നെയിംസ് ഓഫ് അക്കൗണ്ട്, a brief description of the transaction should be given in the same column within the bracket. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് അക്കൗണ്ടുകളും രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ട്രാൻസാക്ഷൻ്റെ ഒരു ചുരുക്കിയ വിവരണം ഇതേ കോളത്തിൽ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നൽകണം. ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റ് ആദ്യം എഴുതി, അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് നൽകിയതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേരെഴുതി. അതിന് താഴെ ആ ട്രാൻസാക്ഷൻ്റെ ഒരു വിവരണം, ഒരു ചുരുക്കിയ വിവരണം ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നൽകണം. അതിനുശേഷം അവസാനമായി ഫൈനലി എ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ദി ലൈൻസ് ഓഫ് പെർട്ടിക്കുലേഴ്സ് കോളം. അവസാനമായി പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലൈനുകൾക്കിടയിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലൈനുകൾക്കിടയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു സമാന്തരമായിട്ടുള്ള ലൈൻ നമ്മൾ വരയ്ക്കുന്നു. എന്തിനാണിത് വരയ്ക്കുന്നത്? ഇറ്റ് ഈസ് ഡൺ ടു സെപ്പറേറ്റ് വൺ ട്രാൻസാക്ഷൻ ഫ്രം അനദർ. ഇറ്റ് ഈസ് ഡൺ ടു സെപ്പറേറ്റ് വൺ ട്രാൻസാക്ഷൻ ഫ്രം അനദർ. ഒരു ട്രാൻസാക്ഷനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ആദ്യം രേഖപ്പെടുത്തുന്നു. അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ടു എന്ന ടേമോട് കൂടിയോ അല്ലാതെയോ രേഖപ്പെടുത്തുന്നു. ടു വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ടു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻ്റെ ഒരു ചുരുക്കിയ വിവരണം ബ്രാക്കറ്റിനുള്ളിൽ നൽകണം. തുടർന്ന് പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലൈനുകൾക്കിടയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക.
പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അടുത്ത കോളം ലെഡ്ജർ ഫോളിയോ. എന്തിനാണ് LF കോളം ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ദി പേജ് നമ്പർ ഓഫ് ലെഡ്ജർ അക്കൗണ്ട് വൈൽ പോസ്റ്റിംഗ് ടു ലെഡ്ജർ. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയം ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ രേഖപ്പെടുത്താനാണ് ഈ കോളം ഉപയോഗിക്കുന്നത്. ജേണലിൽ രേഖപ്പെടുത്തിയ ഇടപാടുകൾ അടുത്ത രണ്ടാമത്തെ ബുക്കിലേക്ക് നമ്മൾ രേഖപ്പെടുത്തും. രണ്ടാമത്തെ ബുക്കിലേക്ക് നമ്മൾ പകർത്തി എഴുതും. ജേണലിൽ രേഖപ്പെടുത്തിയ ഇടപാടുകൾ രണ്ടാമതായി തയ്യാറാക്കുന്ന ബുക്കിലേക്ക് നമ്മൾ രേഖപ്പെടുത്തും. ആ രണ്ടാമത്തെ ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. അങ്ങനെ ജേണൽ നോക്കി അത് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം രണ്ടാമത്തെ ബുക്കിൻ്റെ എത്രാമത്തെ പേജിലേക്കാണ് ഈ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തത്, രേഖപ്പെടുത്തിയത് എന്ന് കാണിക്കാനാണ് LF കോളം, ലെഡ്ജർ ഫോളിയോ കോളം ഉപയോഗിക്കുന്നത്. ജേണൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായി ഉണ്ടാക്കുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. ജേണലിൽ രേഖപ്പെടുത്തിയ ഈ ഇടപാടുകൾ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്താണെന്നൊക്കെ അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയം രണ്ടാമത്തെ ബുക്കിൻ്റെ എത്രാമത്തെ പേജിലേക്കാണ് ഈ ഓരോ അക്കൗണ്ടും രേഖപ്പെടുത്തിയത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്, തിരിച്ചറിയുവാനാണ് ഈ LF കോളം, ലെഡ്ജർ ഫോളിയോ കോളം ഉപയോഗിക്കുന്നത്. ഈ കോളത്തിൽ ഇപ്പോൾ നമ്മൾ ഒന്നും രേഖപ്പെടുത്തേണ്ടതില്ല. ഈ കോളത്തിൽ, LF കോളത്തിൽ ഇവിടെ നമ്മളൊന്നും ഇപ്പോൾ രേഖപ്പെടുത്തേണ്ടതില്ല. നെക്സ്റ്റ് ഡെബിറ്റ് എമൗണ്ട് കോളം. എന്തിനാണ് ഡെബിറ്റ് എമൗണ്ട് കോളം? ഡെബിറ്റ് എമൗണ്ട് കോളം ഈസ് യൂസ്ഡ് ടു എൻ്റർ ദി എമൗണ്ട് ഓഫ് ഡെബിറ്റഡ് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് എമൗണ്ട് കോളം ഉപയോഗിക്കുന്നത്. ഏതാ ഇവിടെ നമ്മൾ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഏതാ ഡെബിറ്റ്? ക്യാഷ് അക്കൗണ്ട്. ആ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് വന്നു. ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് എമൗണ്ട് കോളം. ഒരു ജേണലിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് എമൗണ്ട് കോളം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ദി എമൗണ്ട് ഓഫ് ഡെബിറ്റഡ് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് എമൗണ്ട് കോളം ഉപയോഗിക്കുന്നത്. ആ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന് നേർക്ക് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. ഇനി ക്രെഡിറ്റ് എമൗണ്ട് കോളം. എന്തിനു വേണ്ടിയാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളം? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റഡ് അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക രേഖപ്പെടുത്താനാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ക്രെഡിറ്റ് എമൗണ്ട് കോളം ഇവിടെ ഏതാ വന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് വന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ടിന് നേർക്ക് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ രേഖപ്പെടുത്തി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ജേണലിന് 5 കോളങ്ങളുണ്ട്. അതിലാദ്യത്തെ കോളം ഡേറ്റ് ആണ്. ട്രാൻസാക്ഷൻ്റെ തീയതി രേഖപ്പെടുത്താനാണ് ഡേറ്റ് കോളം ഉപയോഗിക്കുന്നത്. ആദ്യം വർഷം രേഖപ്പെടുത്തുന്നു, തുടർന്ന് മാസം രേഖപ്പെടുത്തുന്നു, അവസാനം തീയതി രേഖപ്പെടുത്തുന്നു. വർഷവും മാസവും അത് മാറുന്നത് വരെ ഒരു പ്രാവശ്യം മാത്രം രേഖപ്പെടുത്തിയാൽ മതി. പെർട്ടിക്കുലേഴ്സ് കോളം. ഇവിടെ ഒരു ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ക്രെഡിറ്റ് രേഖപ്പെടുത്തുവാനാണ് പെർട്ടിക്കുലേഴ്സ് കോളം ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് അക്കൗണ്ടാണ്, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റാണ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇത് DR എന്ന അബ്രിവിയേഷനോടുകൂടിയാണ് അവസാനിക്കുന്നത്. അടുത്ത ലൈനിൽ കുറച്ചു സ്പേസ് വിട്ടതിന് ശേഷം ടു എന്ന ടേമോട് കൂടിയോ അല്ലാതെയോ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരെഴുതുന്നു. മുകളിൽ നമ്മൾ DR എഴുതി, താഴെ CR എന്ന് എഴുതേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഇങ്ങനെയാണ് എഴുതുക. തുടർന്ന് ഡെബിറ്റും ക്രെഡിറ്റും രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ്റെ ഒരു ചുരുക്കിയ വിവരണം ബ്രാക്കറ്റിനുള്ളിൽ നൽകണം. തുടർന്ന് പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലൈനുകൾക്കിടയിൽ ഒരു സമാന്തരമായിട്ടുള്ള ലൈൻ വരയ്ക്കണം. ലെഡ്ജർ ഫോളിയോ കോളം. ജേണലിൽ രേഖപ്പെടുത്തിയ ഓരോ അക്കൗണ്ടും അടുത്തതായി നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക്
പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തും. അങ്ങനെ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജറിലേക്ക് ഈ ഇനം പോസ്റ്റ് ചെയ്യുന്ന സമയം ആ ഇനം രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ ബുക്കിൻ്റെ പേജ് നമ്പർ കാണിക്കാനാണ് ലെഡ്ജർ ഫോളിയോ കോളം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും രേഖപ്പെടുത്തേണ്ടതില്ല. ഡെബിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളം ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക രേഖപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക രേഖപ്പെടുത്താനാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളം ഉപയോഗിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കൂ. 2018 ജനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഏതാ ഇതിലെ ഡെബിറ്റ്? ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ജേണലിൽ എഴുതാം? ഡേറ്റ് കോളത്തിൽ ആദ്യം 2018 ജനുവരി 1. ഇനി ആ ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. തുടർന്ന് അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ തുക ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ലൈനിൽ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ടു എന്ന പദത്തോടു കൂടിയോ അല്ലാതെയോ ഇതിലെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരെഴുതുക. അതേതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. അതിന് നേർക്ക് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ തുക രേഖപ്പെടുത്തുക. തുടർന്ന് ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും രേഖപ്പെടുത്തിയതിനു ശേഷം ആ ട്രാൻസാക്ഷൻ്റെ ഒരു ചുരുക്കിയ വിവരണം ബ്രാക്കറ്റിനുള്ളിൽ നൽകുക. തുടർന്ന് പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലൈനുകൾക്കിടയിൽ ഒരു സമാന്തരമായിട്ടുള്ള ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ്? ഇവിടെ രണ്ട് അക്കൗണ്ടുകളുണ്ട്. ഡെബിറ്റ്, ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, രണ്ട് ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് ചെലവാണ്, ചെലവിൽ വർധനവ് വരുന്നു. ചെലവിലുള്ള വർധനവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റാണ്, അസറ്റിലുള്ള കുറവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഏതാണ് ഇതിലെ ഡെബിറ്റ്? ഇതിലെ ഡെബിറ്റ് പർച്ചേസസ് അക്കൗണ്ടാണ്. എഴുതുന്നത് ശ്രദ്ധിക്കുക. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ. എമൗണ്ട് 5000. ടു ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ക്യാഷ് അക്കൗണ്ട്. അതിന് നേർക്ക് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 5000. ബ്രാക്കറ്റിനുള്ളിൽ വിവരണം നൽകുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. തൊട്ടു താഴെ ഒരു സമാന്തരമായിട്ടുള്ള ലൈൻ വരയ്ക്കുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സമാന്തരമായിട്ടുള്ള ലൈൻ വരയ്ക്കുന്നത്? ഒരു ട്രാൻസാക്ഷനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാനാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എങ്ങനെ നമ്മൾ എഴുതുക? ഏതാ രണ്ട് അക്കൗണ്ട്? ഒന്ന് ക്യാഷ്, മറ്റൊന്ന് സെയിൽസ്. ക്യാഷ് അസറ്റാണ്, അത് വർദ്ധിക്കുന്നു. ക്യാഷ് അസറ്റാണ്, അത് വർദ്ധിക്കുന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ് ഇൻകമാണ്, ഇൻകത്തിൽ വർധനവുണ്ട്, അതുകൊണ്ട് ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഡേറ്റ് 3, അപ്പം 3 എന്ന് നമ്മൾ രേഖപ്പെടുത്തി. ഇതിലെ ഡെബിറ്റ് ഏതാണ്? ക്യാഷ് ഡെബിറ്റാണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. 2500. ടു സെയിൽസ് അക്കൗണ്ട്. പല ബുക്കുകളിലും നിങ്ങൾ 2 എന്ന് കാണാം. അത് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് പ്രശ്നമില്ല. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന് നേർക്ക് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. ട്രാൻസാക്ഷൻ്റെ വിവരണം രേഖപ്പെടുത്തുക. അതിനുശേഷം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കണ്ട് ജേണലിൽ എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.